ഈ ദൃശ്യങ്ങൾ മുണ്ടക്കൈയിലെ സുദേവന്റെ വീട്ടിൽ നിന്നുള്ളതാണ്. അവിടെ കോൺക്രീറ്റ് പാളി, വീടിന്റെ മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് പാളി മുറിച്ചു നീക്കി അകത്തുള്ളവരെ പുറത്തെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഏറെ പണിപ്പെട്ടുള്ള ശ്രമമാണ്. പുലർച്ചെ മുതൽ രാവിലെ മുതലുള്ള ശ്രമമാണ്. ആദ്യഘട്ടത്തിൽ ഹാമറുകൾ ഉപയോഗിച്ചാണ് അത് കോൺക്രീറ്റ് പാളി തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോൺക്രീറ്റ് കട്ടറുകൾ എത്തിയിട്ടുണ്ട്. അതോടുകൂടി കുറച്ചുകൂടി രക്ഷാപ്രവർത്തനത്തിന് വേഗം കൂടിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ഓരോന്നായി പൊളിച്ച് നീക്കി അവരെ പുറത്തെടുക്കാൻ ശ്രമമാണ്. നീക്കുകയാണ് സുദേവന്റെ വീടിന്റെ മുകൾ ഭാഗത്ത്. അവിടെ 5 പേർ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വീടിന് മുകളിൽ ഒന്നാകെ മണ്ണടിഞ്ഞു കിടക്കുകയായിരുന്നു. കൈമേയ് മറന്ന് അവരെ രക്ഷാപ്രവർത്തകർ ഏറെ ശ്രമകരമായ ദൗത്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് ഏറെ ശ്രമകരമായ സുദേവന്റെ വീട്ടിൽ മണ്ണിലാണ്ടുപോയ വാഹനം നീക്കുന്നതാണ് കണ്ടത്. അത് ചെളിമുടി കിടക്കുന്നതിൽ അത് വാഹനമാണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു വലിയ ഭാഗം കോൺക്രീറ്റ് സ്ലാബും നീക്കിയിട്ടുണ്ട്. വീട് നിറയെ കല്ലും മണ്ണും മരവും അടിഞ്ഞുകൂടി കിടക്കുകയാണെന്നാണ് അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി TV പ്രസാദ് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ആ വലിച്ചു മാറ്റുന്നുണ്ടായിരുന്നത് വാഹനമായിരുന്നു. അവിടെ മണ്ണിലാണ്ട വാഹനമാണ്. മുബഷീർ P. അക്ബറുണ്ട്. മുബഷീർ, ഏറെ ശ്രമകരമായ ദൗത്യം രാവിലെ മുതൽ സുദേവന്റെ വീടിനകത്ത് കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇപ്പോൾ വീട് നിറയെ കല്ലും മണ്ണും മരവും അടിഞ്ഞു കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വീടിനകത്തൊരു കൂച്ചൻ മരത്തിന്റെ ഭാഗങ്ങളുമുണ്ട്. അതിന്റെ ചില്ലകളൊക്കെ നേരത്തെ വെട്ടിമാറ്റുന്നത് നമ്മൾ കണ്ടതാണ്. ഏറെ ശ്രമകരം എന്ന് തന്നെ പറയണമല്ലേ. അതിസാഹസികമായൊരു ദൗത്യം. അതൊരു വാഹനമാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അവിടെ നിന്ന് നീക്കുന്നു. അതേ വിനിത, അത് ഈ വീടിനോട് ചേർന്ന ഭാഗത്ത് മണ്ണടിച്ചത് പോലും കാണാൻ സാധിച്ചിരുന്നില്ല. അതൊരു ഓട്ടോറിക്ഷയാണ്. അത് പൂർണ്ണമായും ആ ഒരു മേഖലയിൽ നിന്നും രക്ഷാദൗത്യ സംഘം നീക്കം ചെയ്തിട്ടുണ്ട്. കയറ് കെട്ടി പൂർണ്ണമായും അതിശക്തമായി വലിച്ചതോടുകൂടിയാണ് ഒരു മേഖലയിൽ നിന്നും അത് മാറ്റാൻ സാധിച്ചത് എന്നുള്ളതാണ്. ഇപ്പോഴും സുദേവന്റെ വീടിന് മുകളിലെ കോൺക്രീറ്റ് പാളികൾ അവ നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. മനുഷ്യസാധ്യമായ കഠിന പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇവ നീക്കം ചെയ്യാനുള്ള ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റു ഉപകരണങ്ങൾ അല്പസമയം മുമ്പാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ആ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 200-ലധികം ആളുകൾ ഈ ഒരു മേഖലയിലുണ്ട്. കരസേന, നാവികസേന, മറ്റു സന്നദ്ധ സംഘടനകൾ അവയൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ എത്തിച്ചേർന്നുകൊണ്ടാണ് ഈ രക്ഷാദൗത്യത്തിൽ പങ്കുചേരുന്നത്. അല്പസമയം മുമ്പ് പോലീസിൻ്റെ തിരച്ചിൽ നായും ഈ ഒരു മേഖലയിൽ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം സുദേവൻ്റെ വീടിനോട് ചേർന്ന മറ്റു വീടുകളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ആളുകൾ അകപ്പെട്ട് കിടക്കുന്നുണ്ടെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ നമ്മളോട് നേരത്തെ പറഞ്ഞിരുന്നത്. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് അവ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇത്തരത്തിലുള്ള തിരച്ചിലിന് കൂടി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുമ്പ് ഈ ഒരു മേഖലയിലെത്തി ഇവിടെ സേവനം ചെയ്യുന്ന രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾക്ക് ഭക്ഷണവും
വെള്ളവുമൊക്കെ തന്നെ എത്തിച്ചു നൽകിയിട്ടുണ്ട്. നമുക്കറിയാം ചൂരൽമലയിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഏകദേശം 4-ലധികം കിലോമീറ്റർ ഉണ്ട്. നടന്നു വരികയുള്ള അല്ലാതെ മറ്റു സംവിധാനങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ ഈ ഒരു സംവിധാനങ്ങൾ ഉപകരണങ്ങളൊക്കെ തന്നെ എത്തിക്കണമെങ്കിലും ഒരു പാലം സജ്ജമാക്കണം എന്നുള്ളതാണ്. ആ ഒരു പരിമിതി രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാണല്ലോ. സ്ലാബ് മാറ്റിയിട്ടും അകത്ത് കടക്കാനാകാത്ത സാഹചര്യമാണല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന കേവലം 4-5 ഹാമറുകൾ മാത്രം ഉപയോഗിച്ചാണ് 200-ലധികം വരുന്ന രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ അവ ഇടിച്ച് പൊളിച്ച് നീക്കം ചെയ്തിരിക്കുന്നു. തീർച്ചയായും വിനീത, ഈ കോൺക്രീറ്റ് പാളികൾ മാറ്റിക്കഴിഞ്ഞാലും അതിന് തൊട്ടു താഴെ ഈ കമ്പികൾ, വലിയ ശക്തിയുള്ള കമ്പികളുണ്ട്. അവ വലിയ വെല്ലുവിളിയാണ്. അവ നീക്കം ചെയ്തു കഴിഞ്ഞാലും നേരത്തെ ഈ കോൺക്രീറ്റ് പാളികൾ നീക്കം ചെയ്യുന്നതിനിടയിൽ താഴേക്ക് അടർന്നു വീണ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ തന്നെയാണ് വലിയ വെല്ലുവിളിയായി മാറുന്നത്. അത് പൂർണ്ണമായും നീക്കം ചെയ്താൽ മാത്രമേ സുദേവൻ്റെ വീടിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. 5ഓളം ആളുകൾ ആ ഒരു വീടിനുള്ളിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ബന്ധു തന്നെ അത് നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് മണ്ണും ചെളിയും അതുപോലെ തന്നെ കല്ലും മരത്തടികളൊക്കെ തന്നെ കുത്തിയൊലിച്ചു വന്ന വെള്ളത്തിലൂടെ സുദേവൻ്റെ വീടിൻ്റെ മുകളിലേക്ക് അടർന്നു വീണു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്നത് താഴോട്ട് ഇരിക്കുന്ന രീതിയിൽ തകരുകയായിരുന്നു. വാഹനങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന മറ്റു സംവിധാനങ്ങളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ അകപ്പെട്ടിരുന്ന ഒരു ഓട്ടോറിക്ഷ വാഹനമാണ് അല്പസമയം മുമ്പ് ഇവിടെയുള്ള ആളുകൾ നീക്കം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ മേൽക്കൂരയാണ് ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്തത്. അതിനുശേഷം ഈ ഒരു വാഹനം തൊട്ടു പിന്നാലെ ജനപാളികളും വാതിലുമൊക്കെ തന്നെ നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു 4 ആൾ പൊക്കത്തിൽ തന്നെ വിനീത ഇത്തരത്തിൽ മണ്ണടിഞ്ഞുകൂടിയതാണ് ഇതിന് വലിയ പ്രതിസന്ധിയായി മാറുന്നത്. അത്രത്തോളം ദുഃഖകരമായ കാഴ്ചയാണിത്. 7 മണിയോടുകൂടി ആരംഭിച്ച രക്ഷാദൗത്യമാണ്. ഇപ്പോഴും ഇതിനുള്ളിൽ അകപ്പെട്ടവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന കാര്യം. നേവിയും അതുപോലെ തന്നെ കരസേനയും ഒക്കെ തന്നെ ഈ ഒരു മേഖലയിലുണ്ടെങ്കിലും സംവിധാനങ്ങളുടെ അഭാവം വലിയ തിരിച്ചടിയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും കൈകോർത്തുകൊണ്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഇങ്ങനെയെങ്കിലും ഇത് ഈ നിലവിലെ സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. മനുഷ്യസാധ്യമായ രീതിയിൽ കയറുകളൊക്കെ തന്നെ കെട്ടി ആ കയറുകൾ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് വലിച്ച് ഇവിടെയുള്ള അവശിഷ്ടങ്ങൾ നീക്കുന്നു. പിന്നീടും താഴേക്ക് അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും ചെളിയും അതുപോലെ തന്നെ കല്ലും പാറക്കഷ്ണങ്ങൾ അവ നീക്കം ചെയ്യുന്നതിന് മറ്റൊരു വിഭാഗം ആളുകളുടെ നേതൃത്വത്തിൽ പ്രവർത്തനം തുടരുന്നു. അല്പസമയം മുമ്പ് ഈ ഒരു മേഖലയിലേക്ക് കോൺക്രീറ്റ് കട്ടർ സംവിധാനം എത്തിച്ചിട്ടുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് അവ കട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അതിന് പൂർണ്ണമായും സാധിക്കുന്നില്ല. ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈമേയ് മറന്ന് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മനുഷ്യസാധ്യമായതെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ കൈമേൽ മറന്ന് അവിടെ പ്രവർത്തിക്കുകയാണ്. കോൺക്രീറ്റ് സ്ലാബിൻ്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. സ്ലാബ് മാറ്റിയിട്ടും പക്ഷേ അകത്ത് കിടക്കാനാകുന്നില്ല. കല്ലും മരവും ഒക്കെ അവിടെ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ തന്നെ നീക്കുന്നതാണ് കാണുന്നത്.